ജീവിതയാത്രയിൽ ദൈവത്തെ കൂടാതെ സുഖം, സന്തോഷം, സുരക്ഷിതത്വം, നേട്ടങ്ങൾ എന്നിവയ്ക്ക് വേണ്ടി പരിശ്രമിക്കുമ്പോഴാണ് അവയെല്ലാം അയോഗ്യതയോ കുറ്റകരമോ ആയി വേദപുസ്തകം വിധിയെഴുതുന്നത്. ക്രിസ്തു വചനം തന്നെ ആയതുകൊണ്ട് അത് സ്വയം തിരിച്ചറിയാനും തിരസ്കരിക്കാനും അവഗണിക്കുവാനും തള്ളിക്കളയുവാനും കഴിഞ്ഞു. ക്രിസ്തുവിൻ്റെ വചനം നമ്മുടെ പാദങ്ങൾക്ക് വിളക്കും വഴികളിൽ പ്രകാശവുമാകുമ്പോൾ നമ്മുടെ സുഖവും സന്തോഷവും സുരക്ഷിതത്വവും നേട്ടങ്ങളുമെല്ലാം ദൈവം തന്നെയായി മാറും. ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലും ജീവിതത്തിലും മാറ്റം വരുത്താനുള്ള 50 ദിവസത്തെ പരിശീലനത്തിൽ ചില ജീവിതശൈലികളെ ഉപേക്ഷിക്കുന്നതുകൊണ്ട് മാത്രം നോമ്പുകാലത്തിൻ്റെ ആത്മീയ ചൈതന്യമാകുന്നില്ല. അന്ത്യദിനത്തിലെ വിചാരണയിലും വിധിയിലും അതൊന്നും വിഷയമാകുന്നതേയില്ല. ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലും ജീവിതത്തിലും ക്രിസ്തു ഉണ്ടായിരുന്നു, വചനമുണ്ടായിരുന്നു, സ്നേഹമുണ്ടായിരുന്നു. ഭൗതികമായ ചില ഉപേക്ഷകൾ ആത്മീയമായ ചില പരിശീലനങ്ങളെ സഹായിക്കാൻ വേണ്ടിയായിരിക്കണം. ഈ ഉപേക്ഷകൾക്ക് ശേഷം ചില ലാഭങ്ങൾ അവശേഷിക്കും. അത് ഇല്ലാത്തവൻ്റെ സുഖത്തിനും സന്തോഷത്തിനും സഹായത്തിനും നേട്ടത്തിനും വേണ്ടിയാകണം. അപ്പോഴാണ് അവയെല്ലാം നമ്മുടെ രക്ഷയും യോഗ്യതയുമായി മാറുന്നത്. കുരിശിനെ സ്നേഹമാക്കി